ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ വീണ്ടും ഇകഴ്ത്തിക്കാട്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ. ഭാരതത്തിൽ സിഖ് വംശജർക്ക് തലപ്പാവും ഗഡ്ഡയും ധരിച്ച് ഗുരുദ്വാരയിലേക്ക് പോകാൻ പോരാട്ടം ആവശ്യമാണെന്ന് അമേരിക്കയിൽ ഹെർഡനിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ പറഞ്ഞു. രാഹുലിന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ BJP ദേശീയ വക്താവ് RP സിംഗ് നിയമ നടപടികളിലേക്ക് നീങ്ങി. സിഖ് വംശജനായ ഒരു അംഗരക്ഷകൻ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യത്താകെ കോൺഗ്രസ് നടത്തിയ സിഖ് വിരുദ്ധ കലാപത്തിന്റെയും വംശഹത്യയുടെയും മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. ആ ചരിത്രങ്ങളൊക്കെ കണ്ണടച്ചിരുട്ടാക്കിയ രാഹുൽ അമേരിക്കയിൽ സിഖ് വംശജരുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലനായി. ഭാരതത്തിൽ സിഖ് വംശജർക്ക് തലപ്പാവും കടയും ധരിച്ച് ഗുരുദ്വാരകളിലേക്ക് പോകാൻ പോരാട്ടം ആവശ്യമാണെന്ന് അമേരിക്കയിലെ ഹെർഡനിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ പറഞ്ഞു. വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഭാരതത്തെ രാഹുൽ അപമാനിക്കുകയായിരുന്നു. രാഹുലിന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ BJP ദേശീയ വക്താവ് RP സിംഗ് നിയമ നടപടികൾ ആരംഭിച്ചു. लेकिन राहुल गांधी इस तरह की बातें करें, सत्ता हासिल करने के लिए कम्युनिटी को बदनाम करें, एक कम्युनिटी को डिमीन करें, एक कम्युनिटी के खिलाफ नफरत फैलाएं, नफरत के बीज बोएं, और वो भी उस कम्युनिटी जिसके लिए उन्होंने उनके और उनके परिवार और उनकी पार्टी ने खुद 1984 में एक कत्लेआम की कोशिश की हो, इस तरह से दस्तार हटाने की, ककार हटाने की कोशिश की हो, और फिर उन लोगों को सम्मानित भी किया हो जो जगदीश टाइटर, HKL भगत, सचिन कुमार जैसे लोग हैं. तो ये जो राहुल गांधी कर रहे हैं, मैं इसकी कड़े शब्दों में निंदा करता हूँ. देश को बांटने का, नफरत फैलाने का काम कर रहे हैं सत्ता हासिल करने के लिए. और अमेरिका की धरती पे जाके ऐसे अल्फाज इसलिए वो बोलते हैं क्योंकि चीन हो, पाकिस्तान हो, अमेरिका हो, उनसे सपोर्ट चाहते हैं. തമിഴടക്കമുള്ള ഭാഷകളെയും തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളെയും RSSും BJPയും രണ്ടാം തരമായി കാണുന്നുവെന്നാണ് രാഹുലിന്റെ മറ്റൊരാരോപണം. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിൽ ചോളവംശ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അധികാരദണ്ഡായിരുന്ന ചെങ്കോൽ ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടൊഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് കൈമാറി. നിഷേധഭാവേന കോൺഗ്രസ് തള്ളിക്കളഞ്ഞ ആ ചെങ്കോൽ തമിഴ്നാട്ടിലെ 21 അധീനങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാർ ചേർന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചത്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ രാഷ്ട്രീയ വൈരം മുൻനിർത്തി രാജ്യത്തെ ആകെ അപമാനിക്കുന്നതിനൊപ്പം മതങ്ങളെയും സമുദായങ്ങളെയും വിവിധ ഭാഷകളെയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുവാനുള്ള കോൺഗ്രസിന്റെ രഹസ്യ അജണ്ടകളുടെ ഭാഗമാണ് രാഹുലിന്റെ അമേരിക്കയിലെ പരാമർശങ്ങളെന്നാണ് വിലയിരുത്തലുകൾ. ജനം, ഡൽഹി.